ഭൂട്ടാനിൽ നിന്നും വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യയിലേക്ക് വൻതോതിൽ വാഹനങ്ങൾ കടത്തിയ ഓപ്പറേഷൻ നുംകോർ കേസിൽ നിർണായക അറസ്റ്റ്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ബിശ്വദീപ് ദാസിന്റെ പ്രധാന കൂട്ടാളിയായ യഷാണ് പിടിയിലായത്. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചാണ് ഇയാളെ സാഹസികമായി പിടികൂടിയത്. ഭൂട്ടാനിൽ നിന്നും അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്ന പ്രധാന മേൽനോട്ടക്കാരനായിരുന്നു ഇയാൾ. അതേസമയം ഭൂട്ടാനിൽ ഉപേക്ഷിക്കപ്പെട്ടവ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ വ്യാജരേഖകളിലൂടെ ഇന്ത്യയിലേക്ക് കടത്തി അനധികൃതമായി വിറ്റഴിക്കുകയായിരുന്നു. 15,000 വാഹനങ്ങൾ വ്യാജ രജിസ്ട്രേഷനിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഇവയെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൂപ്പർ കാറുകളും ബൈക്കുകളും അടക്കം കടത്തിയത് വഴി കോടികളുടെ നികുതി വെട്ടിച്ചു. കാറുകളും ബൈക്കുകളുമെല്ലാം കടത്തിയതുവഴി രാജ്യത്ത് കോടികളുടെ നികുതി കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അതേസമയം 2 ആഴ്ച മുന്നേ ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ ഒരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കളമശ്ശേരിയിലെ സിഗ്നേച്ചർ കാർസിൽ സൂക്ഷിച്ചിരുന്ന നിസാൻ പെട്രോൾ വാഹനമായിരുന്നു കസ്റ്റംസ് പിടിച്ചെടുത്തത്. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിനു വേണ്ടി ഈ വാഹനം ഉപയോഗിച്ചിരുന്നുവെന്നാണ് വിവരം. നേരത്തെ ദുൽഖറിന്റെ 3 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് കേസ്. എന്നാൽ വാഹനങ്ങൾ മുൻ ഉടമസ്ഥരിൽ നിന്നും ബാങ്ക് ഇടപാടുകളിലൂടെയും നിയമപരമായ രേഖകളിലൂടെയുമാണ് താൻ വാങ്ങിയതെന്നാണ് ദുൽഖർ പറയുന്നത്. 2022 ഹിമാചൽ പ്രദേശിലെ ഒരു വാഹനം ഏജന്റ് ഡൽഹിയിലുള്ള ഒരു കാർ വിൽപ്പനക്കാരന് 1 ലക്ഷം രൂപയ്ക്ക് ടൊയോട്ട പ്രാഡോ വിറ്റതിന്റെ രേഖകൾ കണ്ടതിൽ നിന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഈ അന്വേഷണം എത്തിനിന്നത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കായിരുന്നു. കസ്റ്റംസും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ചേർന്ന് സിനിമാ താരങ്ങളെയും യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന ഒട്ടേറെ ഷോപ്പുകളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ അന്വേഷണത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ നുംകോർ. നുംകോർ എന്ന വാക്കിന് ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചത് കണ്ടെത്തുന്നതിനാണ് ഓപ്പറേഷൻ നുംകോർ തുടക്കമിട്ടത്. എന്തായാലും ഇതുവഴി പുറത്തേക്ക് വന്നത് കോടികളുടെ തട്ടിപ്പ് കഥയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാന പ്രതിയുടെ ഒരു കൂട്ടാളി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. യഷാണ് പിടിയിലായിരിക്കുന്നത്. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് ഇയാളെ സാഹസികമായി തന്നെയായിരുന്നു പിടികൂടിയത്. എന്തായാലും ഈ ഒരു സംഘത്തിന്റെ പ്രധാന തലവനായിരുന്നു ഇയാളെന്ന് വേണം പറയാൻ. ഇയാളെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും.